ആദ്യം സൈക്ലിങ്ങിനെ പറ്റി വലുതായിട്ട് അറിവൊന്നുമില്ലായിരുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് കപ്പ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. 2018 ജൂനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഇൻഡിവിജ്വൽ 500 മീറ്ററിൽ ബ്രോൺസും ടീം സ്പ്രിൻറ്റ് ഇവൻറ്റിൽ ബ്രോൺസും ഇവൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ ബോർഡിൽ നിന്ന് എനിക്ക് ഡയറക്റ്റായിട്ട് ടാലൻറ്റ് കോട്ടയിൽ ജോലി കിട്ടുകയാണ് ചെയ്തത്. അതിലെനിക്ക് അണ്ടർ 14 500 മീറ്റർ ടൈം ട്രയൽ ഗോൾഡ് ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഡൽഹിയിൽ വെച്ചായിരുന്നു. ഏഷ്യ കപ്പ്, അതിലെനിക്ക് സിൽവർ ഉണ്ടായിരുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് കപ്പ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ട്രയലിൽ സെലക്ഷൻ വന്നിട്ടാണ് സൈക്ലിങ്ങിലേക്ക് വരുന്നത്. എൻ്റെ ചേട്ടനാണ് എന്നെ സൈക്കിളിലോട്ടാൻ പഠിപ്പിച്ചത്. ഞാനൊരു 4-5 ക്ലാസ്സിലായിരുന്നപ്പോഴായിരുന്നു. ഇനി നാഷണൽ ഗെയിംസിൽ ഒരു മെഡൽ വാങ്ങിക്കണമെന്നുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ഈവൻറ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ടൈം ട്രയൽ, ടീം സ്പ്രിൻറ്റ്, കരിയർ ഈവൻറ്റുകളാണ് ചെയ്യുന്നത്. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻഡുറൻസ് നന്നായിട്ട് വേണം. ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, നമ്മുടെ മാക്സിമം സ്പീഡാണ്. എൻ്റെ പേര് അലീന റജി. ഞാൻ ഇൻ്റർനാഷണൽ സൈക്ലിസ്റ്റാണ്. ഇപ്പോൾ കറൻ്റ്ലി റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. സ്കൂളിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ട്രയലിൽ സെലക്ഷൻ വന്നിട്ടാണ് സൈക്ലിങ്ങിലേക്ക് വരുന്നത്. എൻ്റെ ചേട്ടനാണ് എന്നെ സൈക്കിളിലോട്ടാൻ പഠിപ്പിച്ചത്. ഞാനൊരു 4-5 ക്ലാസ്സിലായിരുന്നപ്പോഴായിരുന്നു. പിന്നെ സ്കൂളിൽ സൈക്കിൾ ചവിട്ടിക്കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഞാനും എൻ്റെ അനിയത്തിയും. അങ്ങനെ സ്കൂളിൽ നിന്ന് സൈക്ലിങ്ങിൻ്റെ സെലക്ഷൻ ട്രയലിൻ്റെ ലെറ്റർ വന്നു. അങ്ങനെ ഞാൻ പോയി ട്രയൽ ചവിട്ടി. അങ്ങനെ എനിക്ക് ട്രിവാൻഡ്രം സ്പോർട്സ് കൗൺസിൽ സെലക്ഷൻ കിട്ടി. തിരുവനന്തപുരം ഇവിടെ തന്നെയാണ് ട്രാക്കിൽ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ആദ്യം സൈക്ലിങ്ങിനെ പറ്റി വലുതായിട്ട് അറിവൊന്നുമില്ലായിരുന്നു. പിന്നെ സൈക്ലിംഗ് ഗെയിമിന് വന്നതിന് ശേഷമാണ് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാൻ പറ്റിയത്. എൻ്റെ ആദ്യത്തെ കോച്ച് ചന്ദ്രൻ ചെട്ടിയാർ സാറായിരുന്നു. ഞാൻ അണ്ടർ 14 ഫസ്റ്റ് എനിക്ക് മണിപ്പൂർ വെച്ച് ഇംഫാൽ നാഷണലായിരുന്നു എൻ്റെ ആദ്യത്തെ നാഷണൽ. അതിലെനിക്ക് അണ്ടർ 14 500 മീറ്റർ ടൈം ട്രയൽ ഗോൾഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ നാഷണൽ പിന്നെ ട്രാക്ക് ഈവൻറ്റ് ചൂസ് ചെയ്ത് അതിലേക്ക് മാറുകയായിരുന്നു. എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഡൽഹിയിൽ വെച്ചായിരുന്നു. ഏഷ്യ കപ്പ്, അതിലെനിക്ക് സിൽവർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ക്യാമ്പിലേക്ക് ഇന്ത്യൻ ക്യാമ്പിൽ തന്നെ ആയിരുന്നു. പിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് കപ്പ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് 2017 ഏഷ്യൻ ഇൻഡോർ ഗെയിംസിൽ ടീം സ്പ്രിൻറ്റ് ഈവൻറ്റിൽ സിൽവർ മെഡൽ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നാഷണൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിലേ നമുക്ക് ട്രെയിനിങ് കിട്ടുള്ളൂ. പിന്നെ ഡൽഹിയിൽ നമുക്ക് ഇൻ്റർനാഷണലിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കോച്ച്, ട്രെയിനിങ് മെത്തേഡുകൾ വേറെ, എല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ 10th സ്റ്റാൻഡേർഡിൽ ഡൽഹിയിലേക്ക് മാറി. അവിടെ 5 വർഷം ഇന്ത്യൻ ക്യാമ്പിൽ ട്രെയിനിങ്ങിലായിരുന്നു. അവിടുത്തെ കോച്ച് എൻ്റെ ശർമ്മ സാറായിരുന്നു. എനിക്ക് 2018 ജോലി കിട്ടിയത്. ഡയറ്റ് എല്ലാം കൺട്രോൾ ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം പറഞ്ഞു തരാനും എല്ലാത്തിനും ഓരോ സ്പെസിഫിക് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. 2018 ജൂനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഇൻഡിവിജ്വൽ 500 മീറ്ററിൽ ബ്രോൺസും ടീം സ്പ്രിൻറ്റ് ഇവൻറ്റിൽ ബ്രോൺസും ഇവൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ ബോർഡിൽ നിന്ന് എനിക്ക് ഡയറക്റ്റായിട്ട് ടാലൻറ്റ് കോട്ടയിൽ ജോലി കിട്ടുകയാണ് ചെയ്തത്. ഇനി നാഷണൽ ഗെയിംസിൽ ഒരു മെഡൽ വാങ്ങിക്കണമെന്നുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ഈവൻറ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനിപ്പോൾ ചവിട്ടുന്നത് സെർവലോ T4 സൈക്കിളാണ്. അത് ഒരു 4.5 ലാക്ക് ഉണ്ട്. കാർബണിൻ്റെ സൈക്കിളാണ്. ഞാൻ ടൈം ട്രയൽ, ടീം സ്പ്രിൻറ്റ്, കരിയർ ഈവൻറ്റുകളാണ് ചെയ്യുന്നത്. ആദ്യം അണ്ടർ 14 നമ്മൾ എല്ലാതരം ഈവൻറ്റുകളും ചെയ്ത് നോക്കി. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഷോർട്ട് ഡിസ്റ്റൻസ് ഈവൻറ്റ് ചൂസ് ചെയ്യുകയായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻഡുറൻസ് നന്നായിട്ട് വേണം. ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, നമ്മുടെ മാക്സിമം സ്പീഡാണ്. അപ്പം ഞങ്ങൾക്ക് ഫുൾ സ്പീഡ് എടുത്ത് ചവിട്ടുന്ന ഈവൻ്റാണ് ഞങ്ങളത്.